നമസ്കാരം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം വീണ്ടും ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തെരുവ് നായ്ക്കൾ ജീവനെടുക്കുന്നുവോ എന്നുള്ളതാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് പൊതുപ്രവർത്തകനായ ഹാരിസബു. സ്വാഗതം ഹാരിസബു. നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവും CPIM നേതാവുമായ ശ്രീ KJ ആന്റണി, സ്വാഗതം. തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പൊതുപ്രവർത്തകൻ കൂടിയായ ഷമീർ ബാബു, സ്വാഗതം. നമുക്ക് ആദ്യം ഹാരിസബുവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഈ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിട്ട്. നേരത്തെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം കണ്ടിരുന്ന തെരുവുനായ്ക്കൾ ഇന്ന് ഏത് ഭാഗത്തും രാവും പകലുമെല്ലാം കാണുന്ന അവസ്ഥ. എന്തുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? ഈ തെരുവുനായകളെ ആക്രമണം ഇതിനു മുമ്പും രൂക്ഷമായിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. ആ സമയങ്ങളിൽ ഇതുപോലുള്ള മാധ്യമങ്ങളിൽ ചർച്ച വരികയും ഒക്കെ ചെയ്യും, വീണ്ടും അത് ഇല്ലാതാവുകയും ചെയ്യുന്നത്. തെരുവുനായകളിപ്പോൾ കൂടാനായിട്ടുള്ള പ്രധാന കാരണം ഈ കോവിഡ് കാലത്തിന് ശേഷം പല വീടുകളിൽ നിന്നും ഈ വളർത്തുനായകളെ അഴിച്ചു വിട്ടിട്ടുണ്ട്, തെരുവിലോട്ട് വിട്ടിട്ടുണ്ട്. കാരണം ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് കോർപ്പറേഷനിലോട്ട് തെരുവുനായകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം അത് ഏകദേശം കോവിഡിന് മുമ്പ് ഒരു 8,000-10,000 തെരുവുനായകൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു 20,000 തെരുവുനായകൾ വന്നിട്ടുണ്ട്. ഇത് നിയന്ത്രിക്കാൻ കൊച്ചിൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർ ഇതിനെക്കുറിച്ച് വലിയ നീക്കങ്ങൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ ABC കേന്ദ്രം ബ്രഹ്മപുരത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളത് സംശയമാണ്. കാരണം ഒരു ഡോക്ടറാണ്, കൊച്ചിൻ കോർപ്പറേഷൻ തന്നെ പറയണ ഒരു ഡോക്ടറേ ഉള്ളൂ എന്നാണ്. പിന്നെ ഈ ഡോഗ് കാച്ചിങ്ങിനായിട്ടുള്ളത് 4 പേരാണുള്ളത്. ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഈ പറയുന്ന പരിധിയിൽ ഈ 4 ഡോഗ് കാച്ചിങ് ഉള്ള ആളും ഒരു ഡോക്ടറെ കൊണ്ടൊന്നും ഈ ABC കേന്ദ്രം നടത്തിക്കൊണ്ടും പറ്റില്ല. ഈ പരാതി വരുന്ന സ്ഥലത്തേക്ക് മാത്രമാണ് ഇവരെ പറഞ്ഞേക്കുന്നത്. അതെ, അതായത് ഈ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള തൃശ്ശൂരാണെങ്കിൽ കോഴിക്കോടൊക്കെ ഡോഗ് ഷെൽട്ടറുകളുണ്ട്. ഇത്രയും വലിയ കോർപ്പറേഷനിൽ അത്തരത്തിലുള്ള ഷെൽട്ടറുകളില്ല. അപ്പോൾ അത് വലിയൊരു വിഷയമായിട്ടാണ് വരുന്നത്. കാരണം ഇന്ന് ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നല്ല, പൊതുവഴികളിൽ മാത്രമല്ല, കൊച്ചിൻ കോർപ്പറേഷൻ്റെ എൻട്രൻസുകളിൽ പോലും പട്ടികൾ വന്ന് കിടക്കുകയാണ്. അത് മാറ്റിയിട്ട് വേണം ആളുകൾക്ക് അതിൻ്റെ അകത്തോട്ട് കയറി. അതായത് ഈ തെരുവുനായിനെതിരെ പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവന് ആ നായ്ക്കളെ മാറ്റിയിട്ട് വേണം ബാധിക്കുന്ന സാഹചര്യം. കാരണം വെച്ചാൽ ഇവിടെ ഉള്ള ഈ ഹോസ്പിറ്റലുകൾ, അതിൻ്റെ ഇപ്പോൾ കരുവേൽപ്പടി ഹോസ്പിറ്റലിലൊക്കെ നമ്മളൊരു രാത്രിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10-15 പട്ടികളാണ്. ഒരു ചിലപ്പോൾ ചോര വലിച്ചിട്ടായിരിക്കും, ഒരു ആക്സിഡൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പട്ടികൾ അതിക്രൂരമായിട്ടാണ് വരുന്നത്. അത് ഒരു ഭീകരാന്തരീക്ഷം കൊച്ചിയിൽ സൃഷ്ടിക്കുന്നുണ്ട് ഈ തെരുവ് നായകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം കൊച്ചിൻ കോർപ്പറേഷൻ ഏറ്റെടുക്കേണ്ടി വരും. കാരണം കോടതികൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് വാക്സിനേഷൻ മാത്രമല്ല, സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ 20,000 പട്ടികൾ ഉണ്ട്, തെരുവ് നായകൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴും വാക്സിനേഷൻ എടുത്തേക്കുന്നത് വളരെ കുറവാണ്. ഈ പേവിഷ കുത്തിവെച്ചേക്കുന്നത് ഏതാണ്ട് 2,000 പട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 4,000 പേർക്ക് മാത്രമേ വന്ധീകരണത്തിന് ചെയ്തിട്ടുള്ളൂ. അപ്പോഴും 10-14,000 തെരുവ് നായ്ക്കൾ നമുക്ക് ചുറ്റുമുണ്ട്, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്. തന്നെ നമുക്കൊരു മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്ത് ഈ 2.5 മാസത്തിനുള്ളിൽ ഏതാണ്ട് 3ഓളം കുട്ടികൾ മരിച്ചു. ഇന്നും ഒരു വാർത്തയുണ്ടെന്നാണ് എൻ്റെ അറിവ്, ആലപ്പുഴയിൽ. അപ്പോൾ ഈ വാക്സിൻ തന്നെ എടുത്തിട്ട് ആളുകൾ പരിഭ്രാന്തി നിൽക്കുകയാണ്. അത് പല കാരണങ്ങളുണ്ടാവും. വാക്സിൻ എടുത്തത്, അതായത് ഇപ്പോൾ ആലപ്പുഴയിലുള്ള നിയ ഫാസിൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ 8 വയസ്സുള്ള കുട്ടിയാണ്. 3 പ്രാവശ്യം വാക്സിൻ എടുത്ത് 4ാമത്തെ വാക്സിന് മുമ്പ് ആ കുട്ടി മരണപ്പെടുകയുണ്ടായത്. അപ്പോൾ ഈ 2.5 മാസത്തിനുള്ളിൽ അത്തരം 10 വയസ്സിന് താഴെ. അല്ല, അത് തെളിയിക്കേണ്ടതാണ്, അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കേണ്ടതാണ് അതെന്താണെന്നുള്ളത്. പക്ഷേ അവർ പറയുന്നത് കഴുത്തിന് മുകളിലോട്ടുള്ള ആക്രമണങ്ങൾ വരുമ്പോഴാണ് കഴുത്തിന് മുകളിലോട്ടാണ് ഇതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലോട്ട് പെട്ടെന്ന് വിഷബാധയേക്കാൻ
കാരണം അതാണെന്നാണ് പറയുന്നത്. എങ്കിലും നമ്മുടെ കൊച്ചിയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് വളരെ പരാജയമാണ് ഈ വിഷയത്തിൽ. കാരണം അവർ ജനങ്ങളെ പോലും അഭിമുഖീകരിക്കുള്ള ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കൊച്ചി മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏതെല്ലാം ഭാഗത്ത് നമ്മുടെ ഈ ഭാഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. സ്കൂട്ടറിന് പോയാൽ അതിൻ്റെ പുറകെ. കെ ജെ പിന്നെ നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ. എന്തുകൊണ്ടിട്ടാണ് നഗരസഭയ്ക്ക് ജനങ്ങളെ ഇത്രയേറെ ബാധിക്കുന്ന, അതായത് ഒരു കാൽനട യാത്രികനും ഇരുചക്രവാഹന യാത്രികനൊന്നും പകൽ സമയത്ത് പോലും സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊച്ചി എത്തിയതിൻ്റെ പിന്നിൽ നഗരസഭയുടെ ഇടപെടൽ ഇല്ലായ്മയാണോ? അത് നഗരസഭ ഇടപെട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും നഗരസഭയ്ക്ക് പരിമിതികളുണ്ട് ഈ കാര്യത്തിൽ. ആ പരിമിതികൾക്കകത്ത് നിന്ന് ഇടപെടുമ്പോൾ ഫലപ്രദമാകുന്നില്ല എന്നതാണ് ഒരു കാരണം. അതിന് ഏറ്റവും പ്രധാനം ഈ തെരുവ് പട്ടികളുടെ കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് നടക്കുന്നില്ല. ഈ പട്ടികൾക്ക് ലൈസൻസ് എടുക്കുക എന്നത് 105 രൂപയാണ്. മുനിസിപ്പാലിറ്റി ആക്ട് 437 പ്രകാരം എടുക്കേണ്ടതാണ്. ഇപ്പം പട്ടിനെ വളർത്താൻ തീരുമാനിച്ചാൽ ലൈസൻസ് വേണം, വർഷം പുതുക്കണം. ഇവിടെ ആകെ എടുത്തിരിക്കുന്നത് 140 താഴെ ലൈസൻസ് മാത്രമാണ്. എല്ലാ വീട്ടിലും പട്ടിയുണ്ട്, മിക്കവാറും വീട്ടിലും. ദാരിദ്ര്യം, ഈ പട്ടിനെയൊക്കെ വളർത്തുന്ന ഒരു പ്രത്യേക മൂഡിലാണല്ലോ. പട്ടി ഒരു വളർത്തുമൃഗമാണ്. ചരിത്രപരമായി മനുഷ്യൻ ആദ്യം മൃഗത്തെ എടുത്തുവെങ്കിൽ അതിന് പട്ടിണിയാണ്. അത് ആവശ്യമാണ്. അവന്റെ ഉപജീവന മാർഗത്തിന്റെ ഭാഗമായി വേട്ടയാടാൻ ഉപയോഗിക്കുന്ന 12 കിലോമീറ്റർ അകലയിൽ നിന്ന് മണം പിടിക്കാൻ കഴിയുന്ന മൃഗമാണ് അവൻ, പട്ടി. പക്ഷെ ഇന്ന് ആധുനിക നഗരത്തില് പട്ടി ഒരു ആഡംബര കാറിലൊക്കെ കൊണ്ടുപോകാൻ കണ്ടിട്ടില്ലേ? അപ്പൊ അത് മാത്രല്ല, പട്ടിനെ വളർത്തുന്നവര് രാവിലെ ഇന്നും ഞാൻ കണ്ടു, പട്ടിനെ അപ്പിയിടാൻ വേണ്ടി പുറത്തേക്കാണ് കൊണ്ടുവന്നത്. വിദേശ രാജ്യങ്ങളിൽ സമ്മതിക്കില്ല, കൊണ്ടുനടക്കാം. ഇവിടെ വീട്ടിൽ വളർത്തുന്ന പട്ടിനെ പുറത്തേക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ വിദേശ രാജ്യത്ത് അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഇതിനെ അപ്പിയിട്ടാൽ അതെടുത്ത് ബാഗിൽ വെച്ച് യഥാസ്ഥലത്ത് കൊണ്ട് ഇടാൻ വേണ്ടി വരുത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പൗരബോധവും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ പട്ടിനെ വളർത്താൻ ലൈസൻസ് എടുക്കുന്നില്ല. ഇത് ABC ഉപയോഗിച്ചു, ഇവിടെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. കുത്തുമ്പോൾ ചെവിയൊക്കെ കുറിച്ച് അതിൻ്റെ ഇത് ക്യാപ്പൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ABC. അത് കഴിഞ്ഞ് പട്ടിക്ക് ശൗര്യം കുറയുന്ന പറഞ്ഞു, പക്ഷെ ശൗര്യം കൂടുകയാണെന്നാണ് പറഞ്ഞത്. പട്ടി പ്രസവിക്കില്ലെന്നാ പറഞ്ഞ, പ്രസവിക്കില്ലെന്നൊരു പഠനം നടത്തിയിട്ടില്ല. അപ്പൊ അതെല്ലാം ഒരു കുറവ് തന്നെയാണ് എന്ന് പറയാൻ കഴിയും. എങ്ങനെ ഈ തെരുവോട്ടി വരുന്ന, തെരുവിൽ നിന്നുണ്ടാകാനല്ല, നാട്ടുകാരിൽ നിന്ന് വരുന്ന, ഓമനിച്ച് വളർത്തുന്ന, പാല് കൊടുത്തും ബിസ്ക്കറ്റ് കൊടുത്തും ഓമനിച്ച് വളർത്തുന്ന പട്ടി വയസ്സായി കഴിയുമ്പോൾ പല അമ്മമാരെയും കൊണ്ട് നാട് കടത്തുന്ന പോലെ പട്ടിനും നാട് കടത്തുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ കേന്ദ്രം ഐലൻഡാണ്. ഐലൻഡിൽ രാത്രി പോയാൽ കുറച്ച് തന്നെ പട്ടിനെ കണ്ടപ്പോൾ പേടിച്ചു പോകും, അത്ര വലിയ പട്ടിയാണ്. പക്ഷെ അവൻ ബിസ്ക്കറ്റും പാലും കഴിച്ചിട്ട് ഒന്നും കിട്ടാതെ കിടക്കുമ്പോൾ അല്ലെ. അപ്പൊ നിയന്ത്രണം ജനങ്ങളിലിടയിലും വരേണ്ടതായിട്ടുണ്ട്. ഏറ്റവും വലിയ വിഷബാധയാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം, വിഷബാധയാണ്. അവൻ തലക്കാണ് അടിക്കുന്നത്. ആ രോഗം പിടിപെട്ട പിന്നെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ കഴിയില്ല. പരിമിതികളുണ്ട്, ഒരു തർക്കമില്ല. നിയന്ത്രണങ്ങൾ ആവശ്യമാണ് തെരുവേട്ടികൾ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സ്ലോട്ടർ ഹൗസ് ഇല്ല. പട്ടണ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാംസാഹാരമാണല്ലോ. പട്ടി എവിടെയാണ് കേന്ദ്രീകരിക്കുന്ന? ഇറച്ചിക്കടയുടെ മുമ്പിലും കല്യാണ വീടിന്റെ മുമ്പിലും കല്യാണ ഹാളിന്റെ മുമ്പിലും വണ്ടിക്കടിയിലുമാണ്, കാറിന്റെ വാഹനങ്ങൾക്കടിയിലാണ്. സ്ലോട്ടർ ഹൗസ് ഇല്ല, വെറ്ററിനറി സർജൻ ഇല്ല. ഏതാണ്ട് ഒരാഴ്ചയിൽ 13,000 ടൺ മാംസം കഴിക്കുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. ആടുമാട് മാംസം കഴിക്കുന്നത്. ഒരൊറ്റ എണ്ണത്തെ പരിശോധന ഇല്ല. സ്ലോട്ടർ ഹൗസ് ഇല്ല എന്ന് പറഞ്ഞാൽ പോയല്ലോ. ഇതിന്റെ വേസ്റ്റ് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ വേസ്റ്റ് ഒക്കെ കുറവാണ്. എയും ബിയും അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെ വികസനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അത് വികസനമല്ല. അടിസ്ഥാനപരമായ ജനങ്ങളെ പട്ടികടിച്ചാൽ ആര് സമാധാനം പറയും? 2 ലക്ഷത്തോളം കേസാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് പട്ടികടി. അതിന്റെ മാരകപരമായ പ്രശ്നം
വേറെ എന്നു, നേരത്തെ പറഞ്ഞ പോലെ ഉള്ള വിഷയം വേറെ എന്നു. ഇത് ചരിത്രപരമായ വിഷയം തന്നെയാണ് എന്നതിൽ പൗരബോധവും കൂടി ഉയരേണ്ടതുണ്ട്. എന്തിനാണ് ഇത്രയും പട്ടികൾ? ഇപ്പോൾ അതിന്റെ ടാക്സ് അടക്കം അതിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി, ABCയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ട് പരാജയപ്പെടുന്നു. അവിടെ ധർമ്മപുരത്തൊരു ഒരു സ്ഥാനമുണ്ട്, അതിൽ വിജയിക്കുന്നില്ല. ഈ പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുവന്ന് വിടേണ്ടി വരും. വലിയ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ പരിമിതികളുണ്ട്. എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇതും ശ്രദ്ധിക്കാതെ പോയാൽ മനുഷ്യനെ പട്ടുകടിച്ചാൽ ജനം പിടില്ല. അത് ഒരു അടിസ്ഥാനപരമായ പ്രശ്നമാണ്. അത് ഭരിക്കുന്നവരായി ഏത് ഭരിച്ചാലും പ്രശ്നം വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കുറവുകളുണ്ട്. ആ കുറവുകൾ ഉള്ളപ്പോൾ തന്നെ ഈ പട്ടി വളർത്തുന്ന ആൾക്കാർ ടാഗ് വേണം. ഇതിന് ലൈസൻസ് എടുക്കുമ്പോഴേ എല്ലാ വിവരങ്ങളും അടങ്ങിയ ടാഗ് വേണം. അതെടുക്കാൻ തയ്യാറായ കാര്യം കടിച്ചാൽ സമ്മാനം പറയേണ്ടി വരും. ടാഗ് വേണം, എല്ലാം അടങ്ങിയ വിവരങ്ങൾ വേണം. പട്ടിനെ പിടിച്ച് അപ്പറിയാൻ കഴിയണം. ഇത് കൊണ്ടുപോയിട്ടതിന് ശേഷം ചെവിട്ടില് സാധനം അടിക്കും. ചെവിടിന്റെ കണ്ടിട്ടില്ലേ കയറിയിരിക്കുന്ന. അപ്പൊ അതെല്ലാം നേരത്തെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം ശരിയാണ്. ഇതെല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അടിസ്ഥാനപരമായി ഭരിക്കുന്ന A ആണെങ്കിലും B ആണെങ്കിലും അതിനെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പട്ടി ഒരു പ്രശ്നം തന്നെ, ഒരു വിഷയം തന്നെ, ചരിത്രപരമായ വിഷയമാണ്. അത് ഒന്നും കൂടി ഞാൻ പറയാം. മഹാനായ അലക്സാണ്ടർ മരണത്തിനിടെ വന്നത് പരിശോധിക്കുമ്പോൾ പേവിഷ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. കാര്യം ഇദ്ദേഹം നടക്കാൻ വേണ്ടി പോകുമ്പോൾ പട്ടിയായിട്ട് പോകും, കുരങ്ങുണ്ടാവും. കുരങ്ങ് വന്ന് പട്ടി കുറച്ച് കഴിയുമ്പോൾ കുരങ്ങ് വന്ന് ചാടി ഇദ്ദേഹം വടിയിലൂടെ ആ കുരങ്ങ് വന്ന് ഇദ്ദേഹത്തിനെ കടിച്ചെന്നാണ് പറയുന്നത്. 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം 35-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്. ഞാൻ അത് ഇവിടെ സൂചിപ്പിച്ചത് ഈ മൃഗസ്നേഹികളും അവരുടെ അതിര് കടഞ്ഞുള്ള സ്നേഹം ഒന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് പട്ടി ചത്തുപോയെന്ന് വിചാരിച്ചു അടക്കം ചെയ്യാനുള്ള സ്ഥലമുണ്ട്. 6 മുറിയൊക്കെ ഇപ്പോ കളിസ്ഥലമായി മാറിയിട്ടുണ്ട്. ആയിക്കോട്ടെ. ഈ പട്ടിയെ സംരക്ഷിക്കണ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മുടെ വഴികളിലൊക്കെ. ഇപ്പൊ വലിയൊരു കാരുണ്യ പ്രവർത്തനം പോലെ വൈകുന്നേരങ്ങളിലൊക്കെ പല ജംഗ്ഷനിലൊക്കെ സഞ്ചിയിലൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചില ആളുകളൊക്കെ വലിയ സംഭവമായിട്ട് കാണിക്കാറുണ്ട്. സത്യത്തിൽ ഇവരെ പോലുള്ളവരെയാണ് കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരെ പോലുള്ളവരെ, കാരണം നിങ്ങൾ തെരുവ് നായകളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പേവിഷ ഇല്ലാതിരിക്കാനുള്ള വാക്സിൻ നിങ്ങൾ കൊടുക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അതുമാത്രമല്ല, ആ തെരുവ് നായ ഏതെങ്കിലും ആളുകളെ കടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോടതി പറഞ്ഞിരിക്കുന്ന ഈ കോർട്ടുകൾ, അതൊരു കോടതിയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. അതിൻ്റെ ഒരു കോർട്ടാണ്. അത് കൃത്യമായിട്ട് കോർപ്പറേഷൻ അത് ഈ പറയുന്ന ആളുകളിലോട്ട് എത്തിക്കണം. അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ബോധം. കാരണം വെച്ചാൽ ഈ പലരും അത് വലിയൊരു കാരുണ്യ പ്രവർത്തനമായിട്ട് കാണണം. പിന്നെ ഇപ്പോൾ KJ പറഞ്ഞ പോലെ തന്നെ ഈ ഇത് ഇറച്ചി കടകളുടെ മുമ്പിൽ പട്ടികളുണ്ട്. അവിടെയും വലിയൊരു കാരുണ്യം ചെയ്യുന്നില്ല. അവിടെയുള്ള ആളുകൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാം. ഈ അത്തരം വേസ്റ്റുകൾ കഴിക്കുന്ന പട്ടിയാണ് കൂടുതൽ അക്രമകാരികളാണ്. കാരണം അവർ പച്ചിറച്ചി കഴിക്കുന്നത്. ഇവർക്ക് സാധാരണ വീടുകളിൽ മഞ്ഞളിട്ട് ഉപ്പിട്ടിട്ടാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെയാണ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. പച്ചയായിട്ടുള്ള ഇറച്ചി കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുന്ന പട്ടികളാണ് കൂടുതൽ. അവർക്ക് ഇത് കിട്ടാതെ വരുമ്പോഴാണ് ഈ ആക്രമണം നടത്തുന്നത്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള ഈ ഇറച്ചി വ്യാപാരങ്ങൾ നടത്തണം. അവരെ മൊത്തത്തിൽ അടച്ചു പറയണമല്ല, അങ്ങനെ കൊടുക്കുന്നവർ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതുപോലെ ഈ തെരുവിൽ ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് കാണാറുണ്ട് പലരും സഞ്ചിയിൽ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്ന്. അത് വലിയ കാരുണ്യ പ്രവർത്തനം. സാധാരണ പ്രാവിനെ കൊടുക്കുന്ന പോലെയാണ് പട്ടികൾ കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു പൊതു സോൺ വേണം, ഫീഡിങ് സോൺ വേണം. അത് കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്. നായകൾക്ക് ഭക്ഷണം കൊടുക്കണം. കാരണം അവരും ഒരു ജീവനുള്ളതാണല്ലോ. അവരെ കൊല്ലരുതെന്ന് പറയുന്നതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കോടതിക്കുണ്ട്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പൊതു സോൺ, ഫീഡിങ് സോൺ വേണം. അത് കോർപ്പറേഷൻ നിശ്ചയിക്കണം എവിടെയാണെന്നുള്ളത്. അവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഭക്ഷണം കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ കൊടുക്കുന്നവർ ഏറ്റെടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് കോർപ്പറേഷൻ പറഞ്ഞു നോക്കട്ടെ. അതിന് കേസുകൾ വരണം. ഈ ഭക്ഷണം വെറുതെ തെരുവിൽ വന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ തെരുവിൽ വന്ന് കൊടുക്കുമ്പോഴാണ് പട്ടികളവിടെ ആ ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് വരുമല്ലോ. ഇപ്പോൾ ആരായാലും വിശക്കുന്നവൻ ഭക്ഷണം കിട്ടുന്നിടത്ത് വരും. അപ്പോൾ ഇവർ വൈകുന്നേരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് കോർപ്പറേഷൻ്റെ ഉത്തരവ് വേണം. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. പിന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ നമ്മൾ സൊല്യൂഷൻ ആക്കും എന്നുള്ളതാണല്ലോ. നമ്മൾ കോർപ്പറേഷനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും പട്ടികളെ
കോർപ്പറേഷന് ഒരു ഷെൽട്ടർ ഒന്നും കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ ഈ 1 കോടി രൂപയാണ് CSR കൊടുത്തതാണ് BPCL, ഏത് തെരുവ് നായകൾക്ക് വേണ്ടി. ആ പൈസ എവിടെ പോകണമെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ 35 ലക്ഷം രൂപയോളം കോർപ്പറേഷൻ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അത് വളരെ കൃത്യമാണ്. അത് ഇപ്പോൾ പട്ടികളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ചില വീടുകളിൽ 10-40 പട്ടികളെ വളർത്തുന്നവരൊക്കെ നമ്മൾ വാർത്തകളൊക്കെ കാണുന്നില്ലേ. കാരണം അവർ ഭക്ഷണം കൊടുക്കുക, അവരെവിടെ നിന്നെങ്കിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ പട്ടികൾക്ക്. അപ്പം അത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളെ കണ്ടെത്തിയിട്ട് അവർക്കൊരു ഷെൽട്ടർ പണിത് കൊടുത്തിട്ട് അവർ ഈ നായകൾ വളർത്തിക്കോളും. ഈ കോർപ്പറേഷൻ പുതിയൊരു ആളുകളെ വെച്ചിട്ട് ജീവനക്കാരെ വെച്ച് നടത്തുമ്പോൾ അതിന് ആത്മാർത്ഥം ഉണ്ടാവില്ല. ഇവർ ഇത്തരം സംഘടനകളുണ്ട്, ഈ അനിമൽ വെൽഫെയർ സംഘടനകൾ പോലത്തെ സംഘടനകളുണ്ട്, പട്ടികളെ സ്നേഹിക്കുന്നവരുണ്ട്. ഇതുപോലെ 10, 20, 30 തെരുവ് നായക്കളെയൊക്കെ എടുത്ത് വളർത്തുന്ന, എവിടെ കണ്ടാലും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ഷെൽട്ടറുകൾ ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള നായകളെ സ്നേഹിക്കുന്നവർക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവർക്ക് അതിനുള്ള എക്സ്പെൻസും കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ നന്നായിട്ട് നോക്കിക്കോളും. ഒരു സെക്കൻഡ്, ഞാൻ ഷമീർ ബാബുവിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഷമീർ ബാബു ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ ക്രൂരമായി പരിക്കേറ്റ ഒരാളാണ്. അപ്പോൾ അനുഭവസ്ഥനാണ്. ഈ അനുഭവസ്ഥനായിട്ടുള്ള താങ്കൾക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? കൊച്ചിയിൽ മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലങ്ങളിൽ പട്ടിയുടെ ആക്രമണം വളരെ രൂക്ഷമാണ്. ഇതിനെതിരെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നേ പറ്റുള്ളൂ. കാരണം ഒരു ദിവസം തന്നെ എനിക്ക് തോന്നുന്ന ആയിരക്കണക്കിന് ആളുകൾ തന്നെ കേരളത്തിൽ ഇതിനാക്രമണത്തിൽ വളരെ ഗുരുതരമായിട്ട് പരിക്കുകൾ പറ്റുന്നുണ്ട്. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണം. കാരണം 2 ആഴ്ചയാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ കയറിയിരിക്കുന്നത് റെസ്റ്റായിട്ട്. അത്ര ആക്രമണം പട്ടീന്റെ. ഇപ്പൊ KJ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയൊരു പട്ടിനെ വാങ്ങിക്കുമ്പോൾ കളിപ്പിക്കാൻ ഇതൊക്കെ ഭയങ്കര രസമാണ്, ഭയങ്കരമായിട്ട് നമുക്ക് അതിനെ കൂടെ. പക്ഷെ ഇവനൊന്നും വലുതായി കഴിഞ്ഞാൽ പതുക്കെ വീട്ടുകാർ അകറ്റാൻ തുടങ്ങും. കാരണം ഇവന്റെ സ്വഭാവം മാറി. ഇവനോട് അങ്ങനെയാണ് മിക്ക പട്ടികളും പുറത്താവുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ പട്ടിനെ വളർത്തണമെങ്കിൽ അതിൽ ലൈസൻസ് നിർബന്ധമായിട്ടും ലൈസൻസ് വേണം. അതേപോലെ ഇതിനെ ഉപേക്ഷിക്കണമെങ്കിലും അത് ഗവൺമെന്റ് അറിയുക തന്നെ ചെയ്യണം. കാരണം ഇവന്മാർ എല്ലാം കഴിച്ച് വളരുന്ന സാധനം പട്ടിണി ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആക്രമണ സ്വഭാവം കാണിക്കും. നമ്മൾ തന്നെ ഇപ്പൊ എത്ര ദിവസം പട്ടിണി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് എന്താ ചെയ്യണമെന്ന് നമ്മൾ പോലും അറിയില്ല. ഇത് ഒരുപാട് പ്രത്യേകിച്ച് വലിയ ആളുകൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ആക്രമണത്തിൽ വരുമ്പോഴാണ് ഭയങ്കര അവർക്ക് അത്രയും താങ്ങാൻ പറ്റുന്നില്ല. ഇവരെ ആക്രമണം അത്ര രൂക്ഷമാണുള്ളത്. താങ്കൾക്ക് എവിടെ നിന്നിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്? അതിരൂക്ഷമായിട്ടാണ് ഇത് ചെയ്തത്. ഇവിടെ സ്റ്റിച്ചായിരുന്നു, 4 സ്റ്റിച്ചായിരുന്നു എനിക്ക് ഇട്ടിച്ച്. അതെ, സ്റ്റിച്ച് അത് ആഴത്തിലായിരുന്നുള്ള മുറിവായിരുന്നു. ഈ മുട്ടിന്റെ ഭാഗമായിട്ട് കൈ അനക്കാനും പിടിക്കാനൊക്കെ. ഞാന് കച്ചവടക്കാരനാണ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുന്ന ആൾക്കാരാണ്. വെളുപ്പിനെ നമ്മൾ ഇറങ്ങും. വെളുപ്പിനെ തന്നെ അത് കുറെ പ്രാവശ്യം തന്നെ അല്ലാതെ തന്നെ സമരങ്ങളും ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ മുമ്പിൽ, കോർപ്പറേഷന്റെ മുമ്പിലും ഒക്കെ പട്ടിയായിട്ട് കൂടി സമരം നടത്തിയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പോഴല്ല, എന്റെ അറിവിലാണ് ഒരു 5 വർഷം മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ ഇതിൽ പോണാണ്, വെളുപ്പിന് മാർക്കറ്റിൽ പോകണം 3 മണിക്ക്. പെട്ടെന്നുള്ള ഒരു ആക്രമണം ഈ സാധനം. അതും എനിക്ക് തോന്നുന്നത് ഇത് ഇത്ര ഉണ്ടാവും ഒരു സൈസ് സാധനങ്ങള്. ഒന്നുമില്ല, 3-4 എണ്ണം വന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു? ഈ കുണ്ടന്നൂര്. അത് ഇവിടെ തന്നെ ഇപ്പൊ ആരിസ്ഭായി പറഞ്ഞ പോലെ അവിടെ ഫുഡ് കൊടുക്കുന്ന ആളുകളുണ്ട്, ചാക്കിൽ കൊണ്ടുവരും ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്. പെട്ടെന്നുള്ള ആക്രമണം വരുന്നു. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച ഒഴിഞ്ഞു മാറിയില്ല. അതുപോലും കിട്ടിയില്ല, സമയം കിട്ടിയില്ല. പെട്ടെന്നുള്ളൊരു ചാട്ട് വരുന്നു. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തലക്ക് ഗുരുതരമായ പരിക്കില്ലാതെ. ഞാൻ വാഹനത്തിലേക്കാണ് സാധനം ചാടി വന്നത്. എത്ര ദിവസം പിന്നെ 2 ആഴ്ച ഇപ്പൊ റെസ്റ്റ്. വാക്സിൻ ഒക്കെ ക്ലിയർ ആയി. പക്ഷെ മുറിവിന് ഉണങ്ങുന്നുണ്ട്. പിന്നെ വീണതിന്റെ പരിക്ക് ഇപ്പോഴും ഇതായിട്ടില്ല. കടിയേറ്റത് എവിടെയാണ്? കയ്യിലാണ്. ബാക്കിയെല്ലാം വീണതിന്റെ പരിക്കുകളാണ് നമ്മളിൽ. പക്ഷെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോയി. അതെ, ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട്.
അപ്പൊ ഇത്തരത്തില് ഒരു 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 ഈ അനുഭവസ്ഥനാണ് ഈ പറയുന്നത്. ഇനിയും ഈ ഇത് നിയന്ത്രിക്കാൻ വ്യക്തമായ ഒരു ഇടപെടൽ നഗരസഭ നടത്തിയില്ലെങ്കിൽ വീണ്ടും ഉണ്ടാവുന്ന ഗുരുതരാവസ്ഥ അതിഭീകരമായിരിക്കില്ല. തീർച്ചയായിട്ടും അത് അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പേവിഷ ബാധിച്ച് മരിക്കുന്ന ആൾക്കാർ കൂടുതൽ. കേരളത്തിലാണ് കഴിഞ്ഞ 24-25 ഏകദേശം 3,17,000 കേസുകൾ പട്ടി കടിച്ചതായിട്ടുണ്ട്, മരണപ്പെട്ടതായിട്ടുണ്ട്. ഇത് കർശന നിയന്ത്രണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ഇപ്പൊ ഹാരിസ് പറഞ്ഞ പോലെ ഒരു എല്ലാം കെട്ടി ഇപ്പൊ മനുഷ്യസ്നേഹികൾ അത് ആരും തയ്യാറാവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. മനുഷ്യ സ്നേഹ പട്ടി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ ആണ്, നന്ദിയുള്ള മൃഗങ്ങളിൽ ഒന്നാണ്. അതിനോട് നന്ദി കാണിക്കുന്നതിനൊന്നും നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ മനുഷ്യനെ കൊന്നുകൊണ്ടുള്ള നന്ദി പാടില്ല എന്ന നിലയിൽ അതിനെ നിയന്ത്രിക്കേണ്ടത് നഗരസഭ പൊതു പഞ്ചായത്ത് ഭരണസമിതിയാണ്. അതിന് നിയമമുണ്ട്. മുനിസിപ്പാലിറ്റി ആക്ടിലെ നിയമപ്രകാരം പേജ് 354, 384, 435, 436 ഇതിന് ലൈസൻസ് ഇല്ലാതെ ഒരു പട്ടിയെ വളർത്താൻ പാടില്ല. അത് കർക്കശം. അത് ഈ ടാക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി മാസം ഒരു വട്ടം പിന്നെ അവരുണ്ടല്ലോ, അന്ന പോലെ ഒരു സിസ്റ്റം വേണം ഇതിനകത്ത്. അവരെ പരിശോധന വേണം. അവരെ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല. ഇതൊരു ജനകീയ വിഷയമാണ്, ജനകീയ പ്രശ്നമാണ്. ഈ മറ്റു വാർഡ് സഭകൾ പോലെ തന്നെ ഓരോ വാർഡിൽ എത്ര പട്ടിയുണ്ടെന്ന് പോലും എടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം പട്ടിക്ക് എപ്പോ പേ വരുമെന്ന് പറയാം. അപ്പൊ അതും 438 അലിഞ്ഞിരുന്ന പട്ടികളുടെ റിപ്പോർട്ട് കൊടുത്താൽ സെക്രട്ടറിക്ക് അതിന് ഇടപെടാനും വേണമെങ്കിൽ മറ്റേ സുപ്രീം കോടതിയുടെ കേസും മറ്റേ മനയുടെ ഒക്കെ കേസുണ്ടെങ്കിൽ പോലും കടിക്കുന്ന പട്ടിയെയും അതുപോലെ തെരുവിലറിയുന്നതൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരം സെക്രട്ടറിക്ക് 994 മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അധികാരമുണ്ട്. അക്രമം ഞാൻ ഉദ്ദേശിച്ചത് ഈ അലയുന്നത് എന്താ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അലയിപ്പിക്കുകയാണ്. നമ്മളാണ് അതുകൊണ്ട് ചെയ്യുന്നത്. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുണ്ട്. ഇതുപോലെ നേരത്തെ അദ്ദേഹം കഴിവുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ പട്ടിയെ വലിയ പട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ശരി, ഓമനിച്ച് വളർത്തുന്ന പട്ടികളാണ് വലിയ പട്ടി. ബിസ്ക്കറ്റും പാലും ഇറച്ചിയൊക്കെ കൊടുക്കും. സ്റ്റൈലിലാണ്. നാടൻ പട്ടി വേറെ സ്റ്റൈലിലാണ്. പട്ടി എപ്പോഴും പെറ്റുപെരുകില്ല. വർഷത്തിൽ ഒരിക്കലേ പെരുക്കുള്ളൂ. അവൻ ഒരിക്കലേ ഇണ ചേരുള്ളൂ. മനസ്സിലായേ? മറ്റു മനുഷ്യനെ പോലെ എപ്പോഴും ഇണ ചേരുന്ന സ്വഭാവം പട്ടിക്കില്ല. പട്ടിക്ക് ഒരു കാലഘട്ടത്തിൽ മാത്രമേ അത് ചെയ്തു. അതിനുവേണ്ടി അവൻ തീക്ഷ്ണമായ ഇടപെടലും അതിന്റെ എതിർക്കുന്നവന് അവൻ വകവരുത്തുകയും ചെയ്യുന്ന പട്ടിമാസമുണ്ട്. ആ സമയത്താണ് ഈ പോയി കടി വന്നേക്കണം. മനസ്സിലായേ? പട്ടിമാസമുണ്ട്. ഒരു പട്ടി ഇണ ചേരാൻ വേണ്ടി ഏതാണ്ട് 5-6 ദിവസം പട്ടിണി കിടന്ന് പെമ്പറ്റ പുറകെ പോകുമെന്നാണ് എന്റെ കണക്ക്. അതിന്റെ പഠന റിപ്പോർട്ട് പറയണം. 6-7 ദിവസം ആമ്പട്ടി അത് ഒരു വർഷത്തിലൊരിക്കലാണ് അവനൊരു ചാൻസ് ഉള്ളത്. മനസ്സിലായ? അപ്പൊ ഞാൻ ഈ സൂചിപ്പിച്ചത് ഇത് വലിയൊരു ബോധവൽക്കരണത്തിന്റെയും കൂടി ഭാഗമാണ്. പട്ടിണി വളർത്തണോ ലൈസൻസ് നിർബന്ധമായിരിക്കണം. വർഷം പുതുക്കണം. തെരുവിലേക്ക് പട്ടിണിക്ക് ഇതെല്ലാം കിട്ടിട്ട് കളഞ്ഞാൽ വലിയ ശിക്ഷ കൊടുക്കണം. അതായത് KJ നേരത്തെ പറഞ്ഞില്ല, ഇത് സാധ്യമല്ലെന്ന് പറഞ്ഞത് പട്ടിനെ മറ്റുള്ളവർ വളർത്തുക. അതായത് മൃഗസ്നേഹികളുണ്ട്, പട്ടികളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവര് ഞാൻ പറഞ്ഞത് അവരുടെ ചെലവ് പോലും നോക്കാതെ 10-30 പട്ടികളെ വളർത്തുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് അവർക്കൊരു ഷെൽട്ടർ കോർപ്പറേഷൻ അവർ ചെയ്യുന്നില്ല. കോർപ്പറേഷൻ അവർക്കൊരു ഷെൽട്ടറും സാമ്പത്തികവും ചെയ്തു കൊടുത്തതുകൊണ്ട് അവരത് നോക്കിക്കോളും. ഞാൻ പറഞ്ഞത് പുറത്തുനിന്ന് ആള് കോർപ്പറേഷന്റെ ബ്രഹ്മപുരത്തുള്ള ഈ ABC ചെയ്യണവര് ജുന്നിച്ച് കിടക്കുകയാണ്. ആ വിഷയമാണ് അവിടെ. ഇതെല്ലാം സംരക്ഷിക്കാനുള്ള ഈ ജനകീയ പ്രശ്നങ്ങൾ സംരക്ഷിക്കാൻ പോലും കഴിയാതെ പരിമിതികളിലാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആരീസ് പറഞ്ഞ സംവിധാനം, ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനങ്ങളെ ഇടപെട്ടുകൊണ്ടുള്ള സംവിധാനത്തിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെ അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഈ ബ്രഹ്മപുരത്ത് ABC എന്നൊക്കെ പറയുന്നത് വെറുതെ ആകാനേ സാധ്യതയുള്ളൂ. കാരണം വെച്ചാല് അവിടെ വല്ല ഏതെങ്കിലും പട്ടികൾ വന്നിട്ട് വേസ്റ്റ് ചെയ്ത് കഴിക്കണ്ടാവും. അതിനായിരിക്കും ഇവർ കൂട്ടിയേക്കണത്. കൃത്യമായിട്ട് ABC സമ്പ്രദായമൊന്നും ബ്രഹ്മപുരത്തില്ല. ഇപ്പൊ ഒരു ഡോക്ടറാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഡോക്ടറെ കൊണ്ട് ഇവിടെ ഉള്ള ഈ തെരുവിലെ പട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റും ABCക്ക്. അപ്പൊ അത് വെറുതെ ഒരു ഫണ്ട്, അതായത് നമ്മളെ കൊച്ചി കോർപ്പറേഷൻ ഈ കൊതുകിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്ന പോലെ ഇനി വരും കാലങ്ങളിൽ ഇനി പട്ടികൾക്ക് വേണ്ടിയാണ് പോകണം. അതിന്റെ ഉദാഹരണമുള്ള ഇപ്പോ
CSR ഇപ്പൊ 1 കോടി കിട്ടി, ഇപ്പൊ 35 ലക്ഷം രൂപ കൊടുക്കണം. ഇതൊന്നും പട്ടിയിലോട്ട് എത്തണല്ലോ. ഇതൊക്കെ പട്ടി വഴി മറ്റുള്ളവർക്ക് എത്തും. എല്ലാ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു 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 അതിനകത്തൊക്കെ എന്ത് ഇപ്പൊ പട്ടിയുടെ കാര്യത്തിലാണെങ്കിലും കൊള്ളാം, പട്ടിയുടെ കടിയുടെ കാര്യത്തിലായാലും കൊള്ളാം, കടി കൊണ്ടവന്റെ കാര്യത്തിലായാലും കൊള്ളാം. അതെല്ലാം ഇതിപ്പോ എന്റെ ഇവിടെ അങ്ങനെ എനിക്ക് പരിമിതികളുണ്ട് പറയാനുള്ളത്. എല്ലാം അത്തരത്തിലാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞ ആളുകളൊക്കെ AC കാറിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ അവർക്ക് പട്ടിയുടെ ശല്യമില്ല, പട്ടിയുടെ കടി കേൾക്കില്ല. പക്ഷേ ഈ പാവപ്പെട്ടവനാണ് ഇരുചക്രവാഹനങ്ങളിലും കാൽനടയൊക്കെ ആയിട്ട് പോകുന്നത്. അവനാണ് ഇതിന്റെ ഈ അക്രമത്തില് ഗുരുതരമായി പരിക്കേൽക്കുകയും കുട്ടികൾ മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുള്ളത്. ഏറ്റവും കൂടുതൽ കടിക്കുന്ന കുട്ടികളെയാണ്, നടന്നു പോകുന്ന കുട്ടികളെയും സൈക്കിളിൽ പോകുന്ന കുട്ടികളാണ്. അത് KB പറയുന്നത് ശരിയാണ്. ഈ കടി മുഴുവൻ വരുന്നത്, എല്ലാ പ്രശ്നം വരുന്നതും നേരത്തെ പറഞ്ഞ ഒരു വിഭാഗത്തിലേക്ക് വരികയാണ്. ഇന്ന് കാൽനടയായ സൈക്കിൾ യാത്രക്കാരൻ, ചെറിയ ബൈക്കിൽ നടക്കുന്നവനൊക്കെയാണ് ഇതിന്റെ തിക്തഫലം ദുരിതം അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം തർക്കില്ല. അതിന്റെ ഫലമായി നേരത്തെ സഞ്ചരിക്കുന്ന മറ്റു തരത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഇതിന് പഴയതുപോലെ ഇതിന്റെ സൈക്കിളിൽ ഇപ്പൊ ആരാ പാവത്തങ്ങളാണ്. അല്ല, ഈ കാറിൽ സഞ്ചരിക്കുന്നവർക്ക് ഏതാണ്ട് ഒരു 3-4 മാസം കഴിയുമ്പോ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരും. തെരഞ്ഞെടുപ്പായിട്ട് ഈ ഇടവഴിയിലൂടെ ഒക്കെ വരുമ്പോ ഈ ചിലപ്പോ അവരൊക്കെ ചാടി വീഴാൻ അതും കൂടി ഒന്ന് അപ്പൊ അതുകൊണ്ട് ഞാൻ പക്ഷം തിരിക്കുകയല്ല. എല്ലാ ദുരിതം പേരന്റ് വരുന്നത് ഒരു താങ്കൾ പറഞ്ഞ ഒരു ജനവിഭാഗം അദ്ദേഹത്തിനെ കടിച്ച് എന്നെ അരീജിനെയൊക്കെ കടിക്കില്ലെന്ന് കണ്ടില്ലല്ലോ. നമ്മള് കുറച്ചൊക്കെ വരികയല്ല. ഇപ്പൊ 1 മാസം തൊട്ട് വണ്ടിയില്ലാതെ ഇരുന്ന് ഞാൻ പെട്ട പാടെ എനിക്ക് മനസ്സിലായി. കടിക്കും പട്ടിക്കുണ്ടാക്കി ഏരിയാനാണ് ഈ ആരീസൊക്കെ. ഈ അത് വന്നപ്പോ അന്ന് പഠിക്കാതിരിക്കുന്നത് മഹാഭാഗ്യം. കടിക്കേണ്ടവനൊക്കെ കടിക്കണമില്ല എന്നുള്ളതൊക്കെ രൂക്ഷമാണ് കൊച്ചിയിലെ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ എന്ത് നടപടി എടുത്തു? അതിലൊക്കെ നമ്മൾ ഈ ചർച്ച തന്നെ ആരീസ് പറയുമ്പോ എന്തെടുത്തു എന്നുള്ളത് ആ വിമർശനം നിലനിൽക്കുമ്പോൾ തന്നെ അതിന് അടിസ്ഥാനപരമായി പരിഹാരം കാണാനുള്ള ശ്രമം നടത്തണമെന്നാണ് ഈ ചർച്ച തന്നെ കാണിക്കുന്നത്. അതിനോട് നമുക്ക് മാറിയിക്കാൻ കഴിയില്ല. അവരായ നടത്തിയ ക്യാമോണ് ഇവിടെ ഒരു തെരുവ് പട്ടിയില്ല, പേപ്പട്ടിയില്ല, ഒന്നുമില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 10,000 പട്ടിയാണ്. അല്ല, പട്ടികള് നമ്മള് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ പറ്റില്ല. വീടിന്റെ പുറത്തേക്ക് ഒരു കാല് വെക്കുമ്പോ ആ മുമ്പിൽ കിടക്കുന്നുണ്ടാവും പട്ടി. ഞാൻ രാമേശ്വരം ഇപ്പൊ ഒരു കോളനി പ്രദേശത്ത് കൂടി സഞ്ചരിച്ചു. ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഇവിടെ ഈ പട്ടിയൊക്കെ കിടക്കുന്നത് കുറച്ച് രാത്രി അനാവശ്യ ആൾക്കാർ വരുമ്പോ പിടിക്കാനാണല്ലോ. ഒരു പണിത്തൂക്കം സ്വർണം പോലും ഇല്ലാത്തവരുടെ വീട്ടിലും ഞാനിപ്പോ ഇത് ചർച്ച കേൾക്കുമ്പോ എന്നെ പക്ഷം പിടിക്കാതിരിക്കണല്ല. എന്തിനു വേണ്ടിയാണിത് ഇത്രയും മൃഗസ്നേഹം ഈ കാണിക്കുന്ന? പട്ടി നല്ലത്, ആ കാലഘട്ടം മാറി. മൃഗസ്നേഹം ആ പഴയ പട്ടിയുടെ സ്വഭാവം മാറിയുന്നു. പട്ടിയുടെ സ്വഭാവം പട്ടിനെ വളർത്തുന്നതിൽ തെറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. അവരെ പെറ്റായിട്ടൊക്കെ വളർത്തും. അതിനെ ഈ പറയുന്ന ലൈസൻസ് എടുത്തിട്ട് പുറത്തോട്ട് വിടാതിരുന്ന ലൈസൻസ് എടുക്കണ കാര്യസ് ഇഞ്ചക്ഷൻ ചെയ്യണം, അതിന്റെ നടപടി കേൾക്കണം, ടാഗ് കെട്ടണം, പുറത്തേക്ക് വിടാൻ പാടില്ല, പുറത്തേക്ക് വിട്ടാൽ പറ്റില്ല. ഇതിപ്പോ വളർത്തണ പട്ടിന നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല ദിശാബോധമുള്ള പൗരത്വമുള്ള ആളുകളാണ് ഈ ഷോർട്ട് ഷർട്ടും ബനിയാനും ഇട്ട് ആണും പെണ്ണും ഈ ബെൽറ്റൊക്കെ ഇട്ട് പട്ടിനെ കൊണ്ടുവന്നത്, പുറത്തേക്ക് നടത്താൻ വേണ്ടി കൊണ്ടുവന്നത്. അല്ല കേട്ടോളൂ, എന്താണ് കാണിക്കുന്നത്? പട്ടി അപ്പിയിടുകയാണ്. പട്ടിയുടെ അപ്പി തന്റെ വീട്ടിലിടാതെ പുറത്തു കൊണ്ടൊന്നും നാട്ടുകാർ കിടക്കണ വഴിയിൽ അപ്പിയിടാൻ വേണ്ടി കൊണ്ടു കിടക്കണത് എന്ത് പോയില്ല. അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിച്ചിരിക്കുകയാണ് മലയാളികൾ. വളരെ തെറ്റാണ്. ഞാനിത് കൊണ്ടപ്പോ ഒരു വർഷത്ത് പോകാനിട വന്നപ്പോ അവരുടെ കയ്യിൽ ക്ലാസ് ചെയ്ത് പൊഴിഞ്ഞെടുക്കാനേ, പിള്ളേരുടെ അപ്പി ഇട്ടാൽ പൊഴിഞ്ഞെടുക്കാൻ പോലെയുള്ള എടുക്കാനും അതിന് ബാഗും അത് ഇടാനുള്ള സ്ഥലവും വിദേശ രാജ്യങ്ങളിലെല്ലാം പോക്കറ്റിലും ഉണ്ട്. ഇവിടെ നമ്മുടെ മനുഷ്യന്റെ അപ്പിന്റെ എടുക്കാൻ നേരമില്ലാത്ത ആൾക്കാരെ സമയത്താണ്. ഇത് ഇപ്പൊ നാട്ടുകാരുടെ വിഷയത്തിലോട്ട് മാത്രം ഈ ചർച്ച കൊണ്ടുപോകാതെ ഇത് കൊച്ചിൻ കോർപ്പറേഷന്റെ ഈ അലംഭാവത്തിൽ ഞാൻ അരിശെ നാട്ടുകാരുടെ വിഷയത്തിലൊക്കെ കൊണ്ടുപോകില്ല ഈ ചർച്ച. പക്ഷേ തെരുവ് പട്ടി വന്നിരിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ അല്ല. തെരുവ് പട്ടി വന്നിരിക്കുന്നതിന് കാരണം അത് വന്നതിന്റെ പരമായി നടപടി എടുക്കേണ്ടത് ഭരണാധികാരികൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ മാലിന്യങ്ങൾ വന്നതും കൊച്ചിൻ കോർപ്പറേഷൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മാലിന്യങ്ങൾ. ഈ ഇപ്പൊ നേരത്തെ കൊച്ചിൻ കോർപ്പറേഷൻ ആക്ടും മുനിസിപ്പൽ ആക്ട് ഒക്കെ പറഞ്ഞുകൊണ്ടേ പറഞ്ഞു. മുനിസിപ്പൽ ആക്ടിൽ വളരെ കൃത്യമായിട്ട് മാലിന്യം അത് ചെയ്യേണ്ടതും ഈ ഇതുപോലുള്ള തെരുവ് നായകളെ അവർക്ക് ഷെൽട്ടർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊച്ചിൻ കോർപ്പറേഷന്റെ കടമയുടെ പ്രധാനപ്പെട്ട കടമകളിലൊന്നല്ലേ.
അതിനൊന്നും അതൊന്നും കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിലുള്ള കുറവുകള് KJ പറഞ്ഞു വന്നത് ഈ തെരുവ് നായ്ക്കള് വരുന്നത് ഒരിക്കലും കൊച്ചിൻ കോർപ്പറേഷൻ കൊണ്ടുവന്നതല്ല. അല്ല, അത് വളർത്തു മൃഗങ്ങളെ ഉപേക്ഷിക്കുന്നവരിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അപ്പൊ അവര് കുറെ കൂടി ശ്രദ്ധിക്കണം. നഗരസഭയുടെ നിയമം കർശനമാക്കണം. അതാണ് അതന്നെ പറഞ്ഞത്. ഈ തെരുവ് നായ്ക്കൾ എങ്ങനെയാണ് കൂടുന്നത്? അവിടെയുള്ള കോർപ്പറേഷൻ അനാസ്ഥ വന്നത്. ഇപ്പൊ KJ തന്നെ നേരത്തെ പറഞ്ഞ ആകെ 100 ചില്ലാനം പേർക്ക് ലൈസൻസ് ഉള്ളൂ. കണക്ക് ഞാൻ ചോദിച്ചിട്ട് ഈ ചർച്ചയ്ക്ക് അല്ല, എന്തുകൊണ്ട് അത് കർശനമാക്കുന്നില്ല? ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് വെലുത്തുന്ന ആള് വരുമല്ലോ, മറ്റേ ചിരട്ടയിൽ വെള്ളം ഉണ്ടാ മറ്റേത് നോക്കാനായിട്ടൊക്കെ ആള് വന്നില്ലേ? എന്നിട്ട് ഭയങ്കര എഴുത്തൊക്കെ എഴുതി പോകും. കാരണം ഈ നേരത്തെ പറഞ്ഞല്ലോ, അറവുശാല പോലും ഇല്ലാത്തവരാണ് ഇത് വന്നിട്ട് അന്വേഷിച്ചിട്ട് പോണത്. അതിന്റെ ഇറച്ചി ഇതൊക്കെ കഴിച്ചിട്ട് മിക്കവരും ഹോസ്പിറ്റലൊക്കെയാണ് പലപ്പോഴും. ആളുകൾ പുറത്തോട്ട് പറയാനുള്ള മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്നെ, കോർപ്പറേഷൻ അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള അവരുടെ കടമ നിർവഹിക്കാതെ ജനങ്ങൾ കടമ നിർവഹിക്കുന്നത് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആളുകൾ എന്തുകൊണ്ടാണ് ഇത് പുറത്തോട്ട് വിടുന്നത്? ലൈസൻസ് ഇല്ല. അപ്പൊ അവർക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് ആരും അറിയണില്ല. ഇല്ല, ആളുകളിലോട്ട് ഉത്തരവാദിത്തം വരുത്താൻ കോർപ്പറേഷൻ ഉത്തരവാദിത്തം. ഈ നമ്മുടെ ഈ ജെയിൻ ടെമ്പിളിന്റെ ആ ഒരു റോഡുണ്ടല്ലോ, ജെയിൻ ടെമ്പിളിന്റെ അവിടുന്ന് കോമ്പാറൂക്കിലേക്ക് പോകുന്നു. അവിടെ ഏകദേശം 40ഓളം തെരുവ് നായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലമാണ്. കൂട്ടമായിട്ട് ആ കാറിന്റെ അടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ആ പറമ്പിനകത്തുണ്ടാവും. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഏതാണ്ട് 6ഓളം കുട്ടികളെ കടിച്ചു. കുട്ടികൾക്ക് നേരെയാണ് ആക്രമണം. വലിയ ഒരു പ്രഭാത സവാരിക്ക് നടക്കുന്ന 1-2 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഇവിടെ വലിയ പ്രതിഷേധം വന്നപ്പോഴാണ് നഗരസഭയുടെ പട്ടിപിടുത്തക്കാർ വന്നിട്ട് കുറച്ച് പട്ടികളെ പിടിച്ചോണ്ട്. അപ്പൊ അതോടെ അത് തീരാണ്. ബാക്കി പട്ടികൾ അവിടെ തന്നെ ഉണ്ട്. ഈ പിടിച്ചുകൊണ്ടുപോയ പട്ടികളെ എന്ത് ചെയ്യുന്നു? അല്ല, അവർ തിരിച്ചു കൊണ്ടുവിടണം. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രയോജനം എന്താണ്? ആ പട്ടിക്ക് ജനനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ABCയുടെ അവരവിടെ കൊണ്ട് ചെയ്ത അപ്പൊ അവര് പറയുന്നത് പട്ടിക്ക് പിന്നെ ഉൽപാദന ശേഷി ഉണ്ടാവില്ല, ശൗര്യം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അത് പരീക്ഷണം നടത്തിയിട്ടില്ല. ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത്, അതിനുശേഷം പട്ടികളിവിടെ കൊച്ചിയിൽ പെരുകിയേക്കണം. ഇത് പ്രസവിക്കാതിരിക്കാനുള്ള ചെയ്തിട്ട് തന്നെ 5 പട്ടികളെ 6 പട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ കൊണ്ടുപോയ പട്ടികള് പ്രസവിക്കുന്ന സാഹചര്യമുണ്ട്. പറയാൻ പറ്റില്ല, വാക്സിൻ ശരിയല്ല, പറയാൻ പറ്റില്ല. അതാണ് ആദിസ് പറഞ്ഞ ഒരു പോയിന്റാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോ അതിനൊരു മോണിറ്ററിങ്ങോ അതിനൊരു പരിശോധനയോ ഈ ഒരു ഇത്തരം 10 പട്ടിന ആദ്യം ചെയ്ത പട്ടിന അതിന്റെ സൗകര്യമുണ്ടോ, അതിന് ജനന മരണ ശേഷിയുണ്ടോ, ജനനം ഉണ്ടാക്കാനുള്ള തിരിച്ചുകൊണ്ടത് മാത്രമേ ഉള്ളൂ. ഇവര് ഇതിന്റെ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം കൊണ്ടുവന്നൂടാ. ഇല്ലെങ്കിൽ അത് അത്തരം നടപടി ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അത്തരം നടപടികൾ ചെയ്യുന്ന അതിനെ കുറിച്ചുള്ള ഒരു നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങള് തീർച്ചയായിട്ടും വേണം. ഇതിനൊക്കെയാണല്ലോ ഈ മേയർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോണത് ഇതൊക്കെ പഠിക്കാനല്ലേ. ഇപ്പൊ മേയറിനോട് തന്നെ ചോദിക്കാനുള്ളത്, അദ്ദേഹം പല വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ പോയി കഴിഞ്ഞു. അവിടെയൊക്കെ തെരുവിൽ ഇതുപോലെ പട്ടികളുണ്ടാകും. പട്ടികളില്ലെങ്കിൽ അവിടെ ഉണ്ടാവുമല്ലോ മേയറും അതുപോലുള്ള സ്ഥാപനങ്ങൾ. അവരോട് ചോദിക്കണം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കാരണം ഇവിടെ തെരുവിലൊന്നും പട്ടികളെ കാണുന്നില്ല, ഞങ്ങളുടെ തെരുവിൽ പട്ടികളുണ്ട്. അപ്പൊ അവരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന അത്തരത്തിലുള്ള ചെറിയ നൂതന ആശയങ്ങളെങ്കിലും ഇവിടെ കൊണ്ടൊന്നും ചെയ്യാം. ഫണ്ടിന്റെ പ്രശ്നങ്ങളല്ല, CSR അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട അഴിമതിയില്ലെന്ന്. അതായത് എത്ര രൂപ അവിടെ ആ ഏജൻസി അനുവദിക്കുന്നോ ആ രൂപ മുഴുവനും പോണത് ഈ പ്രവർത്തനത്തിലായിരിക്കും. ഇവിടെ അതല്ലല്ലോ. പക്ഷെ കൊച്ചിയിലെ ജനങ്ങള് നിങ്ങൾ കുറച്ച് അഴിമതി നടത്തിയാലും കുഴപ്പമില്ല, കാര്യങ്ങൾ നടത്തോട്ടെ എന്ന ചിന്താഗതിയിലാണ് ഇപ്പൊ ആളുകൾ. കാര്യത്തിൽ എന്തായാലും ഇവര് നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ തന്നെ വേസ്റ്റ് ദുബായിലോട്ടാണ് കയറ്റി വിടണമെന്ന് പറയണം. അതിന്റെ പുറകെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദുബായിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ എന്തിലോട്ട് വന്നു കഴിഞ്ഞാലും ഇത് കൈവാരിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ 1 കോടി രൂപ കൊടുത്തണം, 35 ലക്ഷം. ഇനി കോടികൾ വരും. ഈ നായകൾക്ക്, തെരുവ് നായകൾക്കും കോടികൾ വന്നുകൊണ്ടേയിരിക്കും. എല്ലാ ബഡ്ജറ്റിലും ഇത് വരും. എനിക്ക് തോന്നുന്നത് എന്ത് പ്രശ്നത്തിലും ഇടപെടാൻ കഴിയുന്ന ഒരു പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം
ഭരണാധികാരികളൊക്കെ വളർന്നു വരേണ്ടതായിട്ടുണ്ട്. ആ കുറവ് കാണാതെ പോകാൻ പറ്റില്ല. നമ്മള് ചിലപ്പോ നമ്മൾ പറയാറുണ്ട് യുവാക്കള് വരണം, യുവാക്കൾ വരുമ്പോ കുറെ കൂടി ദീർഘവീക്ഷണം ഉണ്ടാവുന്നു. പക്ഷെ എന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും ഇല്ലാത്ത സാഹചര്യമുണ്ട്. അല്ല വേറെ കാര്യം വെച്ചാലേ ഈ ഒരു ഭരണാധിപൻ ഉണ്ടാകണത് അവിടെ ഉള്ള ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ സ്വഭാവം തന്നെ ഏകദേശം ഈ ഭരണാധികാരികൾക്കും വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കൊച്ചി തന്നെ തെരഞ്ഞെടുപ്പ് ആരെയൊക്കെയാണ് നമ്മൾ തെരഞ്ഞെടുക്കണമെന്നുള്ളത് നമുക്കറിയാലോ. സ്ഥിരമായിട്ട് ഈ പറയുന്ന അഴിമതി ഉണ്ടെന്നും കൊള്ള നടത്തുന്നവരാണെന്നും അറിയാവുന്ന 100-ൽ 100 പേർക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും വിജയിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യവും വിജയിക്കാൻ പോണത് ഇവരൊക്കെ തന്നെയാണ്. അപ്പൊ ആളുകൾ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത്തരക്കാരെ മാറ്റി നിർത്താനുള്ള ഒരു കഴിവും ഒരു വിവേചനവും കൂടി പൊതുജനത്തിനും വേണം. നേരത്തെ പട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡം പാലിക്കപ്പെടുന്ന അതേ പൗരബോധം ഈ കാര്യത്തിലും വേണം. അത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ട് ഞാനും പറയാൻ പാടില്ല ഈ ചർച്ചയില്. അതൊന്നും കാര്യമില്ല. അനുഭവ സമ്പത്തും ജീവിതം. ഇപ്പൊ ഞാൻ പോയത് കൊണ്ടാണല്ലോ വിദേശത്ത് പട്ടി അപ്പിയിട്ടാൽ ഈ സാധനം എടുക്കുന്നത് എനിക്ക് പോകാൻ. എനിക്ക് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതൊരു വലിയ കാര്യമില്ലേ? ഇവിടെ അതല്ല, നേരെ അപ്പിയിട്ടിട്ട് അപ്പിയിടാനാണ് റോട്ടിലേക്ക്. ആ സമയമാകുമ്പോ ഇനി അഥവാ ഈ നായ അപ്പിയിട്ടില്ലെങ്കിൽ അവനെ കൊണ്ട് അപ്പിയിടിപ്പിക്കും. ആരിഷ് പറഞ്ഞ ഒരു പോയിന്റാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായി മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകണം. അതിന് ഈ തെരഞ്ഞെടുപ്പൊക്കെ രാഷ്ട്രീയപരമായ തരത്തിലാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരെ നടക്കുന്നത്. അതാണ് ഒരു വലിയ പ്രശ്നം. അതെല്ലാം വളരെ ഗൗരവപരമായ ചർച്ചകൾക്ക് ഇത്രയും കാര്യങ്ങളിലും കടുത്ത രാഷ്ട്രീയ പക്ഷം വേണോ എന്ന കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. ഇന്നത്തെ കാര്യത്തിൽ പ്രഗത്ഭരായിട്ടും കഴിവുള്ളവരുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ സമർത്ഥരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നിർത്തി പ്രതിനിധിയാക്കി എടുത്തു മാറ്റുന്ന കാര്യത്തിലേക്കുള്ള താല്പര്യം കൂടുതൽ വരണം. ഇവിടുത്തെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പൊക്കെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് പോലും രാഷ്ട്രീയപരമായിട്ടാണ് നടക്കുന്നത്. ഇത്തരം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിയമങ്ങളുണ്ട്. അതെ, എന്തിന് മുനിസിപ്പാലിറ്റിയിലായാലും നഗരസഭയിലാണെങ്കിൽ പോലും രാഷ്ട്രീയം ഇപ്പൊ എല്ലാം തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവരും കൂടി ചേർന്ന് അവിടെ പ്രതിപക്ഷം. ഞാൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ടും വെറുതെ ആയി ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് പ്രതിപക്ഷം ഇല്ല. ഇപ്പൊ പ്രതിപക്ഷം എല്ലാവരും ഭരണപക്ഷമാണ്. വന്ന് എല്ലാരും ഭരണക്കാരായി, എല്ലാ കാര്യത്തിലും ഭരണക്കാരായി. അതാണ് ഒരു നിർഭാഗ്യം. എന്റെ ഒരു അഭിപ്രായത്തില് നമ്മുടെ പരിസരത്ത് നല്ലത് ചെയ്യാൻ പറ്റിയ യുവാക്കളും യുവതികളെയും ഒരു രാഷ്ട്രീയം നോക്കാതെ നമുക്ക് നന്മ ചെയ്യുന്ന ആളുകളെ വേണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ. യുവാക്കളും യുവതികളും എന്നുള്ളത് മാത്രം പ്രയോജനം. അനുഭവ സമ്പത്തുള്ള മുതിർന്നവരും ഈ അനുഭവ സമ്പത്തുള്ളവരുണ്ട് മുതിർന്നവർ. അതായത് സാമൂഹ്യ പ്രവർത്തനം നടത്തി നാടിനു വേണ്ടി നല്ലത് നടത്തുന്നു എന്ന് വ്യക്തമായ ബോധ്യമുള്ള ജനങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിലും പല മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 വോട്ട് കിട്ടൂല. അല്ല, അതെന്തുകൊണ്ടാണ് ഇവിടെ കക്ഷി രാഷ്ട്രീയം ഇപ്പൊ നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ഞാനാണെങ്കിലും ഷമീറാണെങ്കിലും KB ആണെങ്കിലും ഒക്കെ അവരവരുടെ കക്ഷി രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കഴിവുള്ളവര് തെരഞ്ഞെടുപ്പുകൾക്ക് മത്സരിക്കാത്തത്. മത്സരിച്ചാൽ ഈ പറഞ്ഞ പോലെ 50 വോട്ടിന് താഴെ കിട്ടുന്നത് അതുകൊണ്ടാണ്. ഈ കക്ഷി രാഷ്ട്രീയം നമ്മൾ അത്രക്ക് ആഴത്തിലോട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അതല്ലാതെ നമുക്ക് മറ്റൊരു ചോയ്സ്. ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആരെങ്കിലും മത്സരിച്ച് ജയിച്ചാൽ അപ്പുറം പോകും. അവരെ ഈ ഭൂരിപക്ഷം കുറയുമ്പോ അവരെ പല പ്രലോഭനത്തിൽ പെടുത്തി അവരെ കുഴപ്പത്തിലാക്കുക. ഒരു കാര്യം സത്യമാണ്, ഈ വിഷയം, ഈ തെരുവുപട്ടി വിഷയം, തെരുവുപട്ടി ഏതാണ്, വളർത്തുപട്ടി ഏതാണ്, കടിക്കുന്ന പട്ടി ഏതാണ് എന്നുള്ള വിഷയം വളരെ ഗൗരവമാണ്. എന്റെ കൂടെ ഇരിക്കുന്ന സഹോദരന് കടിയുണ്ട്. കടിയുള്ളവനല്ലേ വേദനിക്കുള്ളൂ, മുറിവ് വരുമ്പോഴേ വേദനിക്കുള്ളൂ. ഈ ചർച്ച ഗൗരവമാണ്. ഭരണാധികാരികളുടെ കുറവുണ്ടെങ്കിൽ അത് നികത്തേണ്ടി വരും. പൗരന്മാർക്ക് പൗരബോധമില്ലെങ്കിൽ അത് നികത്തേണ്ടി വരും. ലൈസൻസ് എടുക്കാത്തവര് പട്ടിനെ വളർത്താൻ നിൽക്കരുത്. പട്ടിണ മൃഗസ്നേഹികൾ, നേരത്തെ പറഞ്ഞ ആലീസ് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് വാളണ്ടിയർ വർക്ക് ചെയ്ത് അവരെ സംരക്ഷിക്കാനുള്ള കേന്ദ്രത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. അവരുടെ സേവനം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മൃഗങ്ങളും ചെയ്യണ പോലെ മൃഗസ്നേഹത്തിന്റെ പുറത്ത് കൊണ്ട് എത്തിക്കാനും പാടില്ല എന്ന്. അതിന് കൂടെ ഒരു പോയിന്റും കൂടി നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ പോലും ഈ തെരുവട്ടികൾക്ക് വൈകുന്നേരങ്ങളിലും ഉച്ചക്കൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നവരെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കും.
അത് കോർപ്പറേഷൻ അവിടെ അതാണ് ഞാൻ കൃത്യമായിട്ട് പാരീസിൽ പറയുമ്പോ പട്ടിക്ക് വിശക്കണ പട്ടിക്ക് ഭക്ഷണം കൂടി കൊടുക്കണ്ടെന്നല്ല. അല്ല ഒരിക്കൽ ഇതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ചെറ്റപ്പാലത്ത് ഈ തെരുവ് നായ്ക്കള് കുറച്ച് കുട്ടികളെ ആക്രമിച്ചു. ഭാഗ്യത്തിന് ഇവർക്ക് കടിയൊന്നും കൊണ്ടില്ല, വീണ് പരിക്കേറ്റു, എല്ലാ കുട്ടികളും വീണൊക്കെ പരിക്കേറ്റു. അപ്പൊ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ചപ്പോ ഈ കേന്ദ്രത്തിൽ ഇങ്ങനെ ഈ പട്ടികളുള്ളത് അവിടെ വൈകുന്നേരം ആകുമ്പോ ഒരു കക്ഷി കൊണ്ടുവന്നിട്ട് ഈ പച്ചിറച്ചി ഈ പട്ടികൾക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് കാരണം അവിടെ ഒരു കേന്ദ്രീകരിക്കാൻ കാരണം. അങ്ങനെ അവിടെ അതായത് അവിടുത്തെ നാട്ടുകാര് എല്ലാരും കൂടി ചേർന്നിട്ട് പോലീസിന് പരാതി കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞവരോട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, പട്ടിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവിടെയും ഈ ഹൈക്കോടതി നിയമമുണ്ട്. ആ നിയമം പോലീസിനും ബോധമില്ല. അതാണ് ഇതിനകത്ത് കാരണം. നമ്മുടെ പല നിയമങ്ങളും ഈ പറയുന്ന കോർപ്പറേഷനിൽ ഭരിക്കുന്നവർക്കും കൃത്യമായിട്ട് അറിയില്ല, ഈ പറയുന്ന പോലീസ് സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ കൊടുക്കുമ്പോ അത് തടയണം. കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കൊടുത്തോ, പക്ഷെ നിങ്ങൾ തന്നെ ഇതിന്റെ ഉത്തരവാദിത്വം കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഒരു സംവിധാനം നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പോലും പട്ടിയോട് തികഞ്ഞ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. അത് ഈ ചർച്ച കേൾക്കുന്നവർ മനസ്സിലാക്കണം. പട്ടി എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ മനുഷ്യൻ ആദ്യം എടുത്ത് വളർത്തിയ മൃഗമാണ്, നന്ദിയുള്ള മൃഗമാണ്. മനസ്സിലായ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന പട്ടികളും ഉണ്ട്. പക്ഷെ അതിന്റെ പരിപാലനവും അതിന്റെ നിയന്ത്രണവും ഒക്കെ ഇപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാണ് പുടിൻ, റഷ്യൻ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പറയിൽ കിടക്കുന്നത് 3 പട്ടിയാണ്. മനുഷ്യ വാളണ്ടിയറിനെ പട്ടാളത്തിന് രഹസ്യ പോലീസിനെയോട് വിശ്വസിക്കുന്നില്ല. ഇവൻ 18 കിലോമീറ്റർ നീളത്തിൽ പിടിക്കും. ഞാൻ ഈ പറഞ്ഞത് അതിനൊക്കെ ബഹുമാനാർത്ഥം കാണുന്നു, സ്നേഹത്തോടു കൂടി കാണുന്നു. വളർത്തുമൃഗമാണ്. അതിന്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ അവിടെ ഗോക്കൾ, പശുക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആരാധിക്കുന്നതാണല്ലോ. ഈ UP-യിലേക്ക് പിന്നീട് എന്താ സംഭവിച്ചത്? പശുക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത പുറത്തോട്ട് അഴിച്ചുവിടുക ചെയ്തത്. അവരെല്ലാം തോലുമായിട്ട് മരിച്ചുവിടുക മാത്രമല്ല പൊതുശല്യമായി മാറി. ഈ പറയുന്ന പേവിഷബാധ തന്നെ ഈ പശുക്കളിൽ നിന്നും വരും. അവരുടെ സിറത്തിലും ഈ പേവിഷയുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവിടെ നായശല്യമാണ്, തെരുവ് നായശല്യമാണെങ്കിൽ അവിടെ ഇപ്പോ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്നൊരു വാഹനം ഓടിച്ചു പോലും പോകാൻ പറ്റൂല, നിറച്ചു ഇതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഈ നായകൾ നമുക്കൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. കൊച്ചിൻ കോർപ്പറേഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൊച്ചിൻ കോർപ്പറേഷൻ അതിനുള്ള അധികാരം കൊണ്ട് അവരത് ചെയ്യേണ്ടത് കടമ കൂടിയാണ്. കാരണം അവർ ഉത്തരവാദിത്തത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. മാലിന്യം പോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒന്നാണ് ഈ തെരുവ് നായ ശല്യം. അത് വളരെ കൃത്യമായിട്ട് അത് ഏറ്റെടുത്ത് ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതുമായി താല്പര്യമുള്ളവർക്ക് ചെയ്യാനുള്ള സംവിധാനം ചെയ്താൽ മതി. ഏതാണ്ട് പല പല ഡിവിഷനുകളിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ വളർത്തിക്കോട്ടെ, അവർക്കുള്ള എക്സ്പെൻസ് ഇവർ ചെയ്താൽ മതി. അപ്പൊ പിന്നെ അവർക്ക് വിഷയം, അവർ കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യും, കൃത്യമായിട്ട് മരുന്നുകൾ കൊടുക്കും, ഭക്ഷണവും കൊടുക്കും. കാരണം അവർക്ക് സ്നേഹം ഓൾറെഡി ഉള്ളതാണ്. വേറൊരാളെ നിയമിക്കുന്നതിനേക്കാളും നല്ലതാണ്. അപ്പൊ കൊച്ചിൻ കോർപ്പറേഷൻ ഇതിന് അലംഭാവം കാണിച്ചു കഴിഞ്ഞാല് പൊതുജനം ഇറങ്ങിത്തിരിക്കണമെന്ന് തന്നെ പറയാം. കാരണം വെച്ചാല് ഇതെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കുന്ന പൊതുജനത്തിനാണ്. ഇപ്പൊ സാധാരണക്കാരനായ ആ മനുഷ്യന് ഇപ്പൊ 2 ആഴ്ച വീട്ടിലേക്ക് അറിയിക്കണം. ആര് ചെലവിന് കൊടുക്കും? കൊച്ചിൻ കോർപ്പറേഷൻ ചെലവിന് കൊടുക്കും. അല്ല, അങ്ങനെ ഒരു നിയമമില്ലേ? പട്ടി കടിയേറ്റിട്ടുണ്ടെങ്കിൽ സഹായം കൊടുക്കണം. അതില് സഹായം കൊടുക്കണം, അവരെ സംരക്ഷിക്കപ്പെടണം. അതിനൊന്നും ഒരു തടസ്സമില്ല. നമ്മൾ ആകെ ഒന്നും ഒരു നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഭരണാധികാരികളൊന്നും ചെയ്തില്ല എന്നതിനകത്തേക്ക് ചർച്ച പോകാൻ പാടില്ല. ഞാൻ പറയാം, ഇവിടെ വന്ന് ഇവിടെ ടെർമിനൽസ് റെയിൽവേ സ്റ്റേഷനാണല്ലോ. എല്ലാ വടക്കേന്ത്യയിലുള്ള എല്ലാവരെയും അമ്മമാരെയും പ്രായവരെയും പട്ടണം അയച്ചു വിടുന്ന പോലെ അയച്ചു വിട്ട് ഇവിടെ വന്ന് വീഴുമായിരുന്നു. അവർക്ക് താമസിക്കാനാണ് ഈ റിലീഫ് സെന്റർ അന്നത്തെ ഭരണാധികാരികൾ ഉണ്ടാക്കിയത്. അനാഥ കുട്ടികളുണ്ട്, അവർക്ക് സംരക്ഷിക്കാനാണ് സ്നേഹഭവൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു കൗൺസിലറുടെ ഫുട്ബോൾ കളിക്കാനൊക്കെ സാധനം ഉണ്ടാക്കിയെങ്കിലും 6 മുറി എന്ന് പറഞ്ഞ സൗകര്യം വന്നത് ഇതുപോലെ അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെ മറ്റേ അടക്കം ചെയ്യാനാണ്. അത് ചെയ്തപ്പോൾ അവിടെ സ്ഥലം ബാക്കി ഒഴിച്ചിട്ടുണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ മേയർ എന്നുള്ള കാര്യമില്ല. നല്ല കാര്യം, കുട്ടികൾക്ക് കളിക്കാം എന്നത്. പക്ഷെ ഇതെല്ലാം ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരും ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട് എന്നത് കാണാതെ പോകാനും പാടില്ല. അല്ല, അതെല്ലാം നമ്മള് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം മുനിസിപ്പാലിറ്റിയുടെ ഗുണങ്ങൾ കൊണ്ടാണല്ലോ നമുക്ക്, അതായത് കൊച്ചി മുനിസിപ്പാലിറ്റി ഈ കാണുന്ന കൊച്ചി കോളേജും ടൗൺ ഹാളും മറ്റുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതായത് മുൻപിലുള്ളവര് നമ്മൾ ചെയ്താലേ.
അവർ ചെയ്തില്ല എന്നല്ല പറയണത്. ഇപ്പോഴുള്ള കൊച്ചിൻ കോർപ്പറേഷനിലുള്ള ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണ് മെച്ചം, ആ കാര്യങ്ങൾ മാത്രമേ ഞാനിത് സൂചിപ്പിച്ചത്. ഇന്നത്തെ ഭരണാധികാരികൾ ഈ കഴിഞ്ഞുപോയ ഭരണാധികാരികൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാനും അവർ ഈ രാജ്യത്തെ ജനങ്ങൾ അവരെ സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിൽ തോന്നാനും, അവര് ചെയ്തത് അത്രയും ചെയ്തില്ലെങ്കിലും തങ്ങളും ഇവിടെ ആ ചരിത്ര രേഖയിൽ വിസ്മരിക്കപ്പെടാതെ പോകണം എന്നുള്ള ബോധവും ഉണ്ടാകണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്തായാലും പിന്നെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് കൊച്ചി നഗരസഭയുടെ പരിധിയിലുള്ള തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് വ്യക്തമായ ഇടപെടലുകൾ നടത്തണം. വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് നിർബന്ധമാണ്, പക്ഷെ അത് എടുക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ആ സംവിധാനം ഉണ്ടാക്കണം. തെരുവ് നായ്ക്കളെ അല്ലെങ്കിൽ പിന്നെ മൃഗസ്നേഹികൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ഇത്തരം പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കപ്പെട്ടാൽ ഒരുവിധം തെരുവ് നായ്ക്കളുടെ ശല്യം പരിഹരിക്കപ്പെടുമെന്നാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിക്കുന്നത്. എന്തായാലും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പെടട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഹാരിസ് അബു, നമ്മുടെ പ്രിയപ്പെട്ട KJ, ഷമീർ ബാബു, എല്ലാവർക്കും നന്ദി.